നമസ്കാരം. ജെ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ മായ എന്ന യുവതി തന്റെ രൂപം, നേട്ടങ്ങൾ, ബുദ്ധി എന്നിവയെക്കുറിച്ച് സദാ പരാതിപ്പെട്ടുകൊണ്ടേയിരുന്നു. ഒരു ദിവസം അവൾ തന്റെ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കണ്ണാടിയുടെ പ്രതിബിംബം തന്നെ തിരിഞ്ഞു നോക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. പെട്ടെന്ന് കണ്ണാടി അവളോട് പറഞ്ഞു, മായ, നീ എന്തിനാണ് എന്നെ നിരന്തരം ശകാരിക്കുന്നത്? ഞാൻ നിന്റെ യഥാർത്ഥ സ്വഭാവത്തിന്റെ പ്രതിഫലനം മാത്രമാണ്. മായ ഞെട്ടിപ്പോയി. എന്നിട്ട് അവൾ അവളുടെ കുറവുകൾ കണ്ണാടിയോട് വിശദീകരിച്ചു. കണ്ണാടി അതെല്ലാം ക്ഷമയോടെ കേട്ടു. എന്നിട്ട് മറുപടി പറഞ്ഞു, ഞാൻ നിന്റെ ശക്തി കാണിച്ചു തരാം. നിന്റെ വളരെ ഭംഗിയുള്ള തിളങ്ങുന്ന കണ്ണുകൾ, ദയയുള്ള ആ പുഞ്ചിരി, എന്തിനേറെ പ്രതിരോധ ശേഷിയുള്ള നിന്റെ ആത്മാവ്, എന്തിനാണ് നീ ഇങ്ങനെ നെഗറ്റീവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? കണ്ണാടി പറയുന്നത് ശരിയാണെന്ന് മായയ്ക്ക് തോന്നി. അവൾ സ്വയം സ്നേഹം പരിശീലിക്കാൻ തുടങ്ങി. അന്നു മുതൽ അവൾ പോസിറ്റീവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവളുടെ കുറവുകളെ അംഗീകരിക്കുകയും ചെയ്തു. അവൾ അവളിലുള്ള അനന്യതകളെ പ്രകീർത്തിച്ച് തന്റെ കുറവുകളെ മറന്നു. അങ്ങനെ മായയുടെ ആത്മസ്നേഹം വർദ്ധിച്ചപ്പോൾ അവളുടെ ജീവിതം തന്നെ മാറിമറിഞ്ഞു. അവൾ കൂടുതൽ ആത്മവിശ്വാസവും അനുകമ്പയും ദയയുമുള്ളവളായി മാറി. അപ്പോൾ കണ്ണാടിയുടെ പ്രതിബിംബം പ്രസന്നയായ, ശാസ്ത്രീകരിക്കപ്പെട്ട, സ്വയം സ്നേഹത്താൽ മിന്നിത്തിളങ്ങുന്ന ഒരു സ്ത്രീയെ കാണിച്ചു. സ്വയം സ്നേഹം എന്നത് ഒരു കലയാണെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളിൽ എത്ര പേർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്? കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്തവരായി ഈ ഭൂമിയിൽ ആരുമില്ല. നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വവും കഴിവുകളും എല്ലാം ഉൾക്കൊള്ളുന്നതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും. ഓർക്കുക, കണ്ണാടി നമ്മുടെ രൂപത്തെ മാത്രമല്ല, നമ്മുടെ മാനസികാവസ്ഥയും പ്രതിഫലിപ്പിക്കുന്നു. നമുക്ക് പോസിറ്റീവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം, സ്വയം സ്നേഹിക്കാം. അങ്ങനെ നമ്മുടെ തന്നെ അനന്തമായ സൗന്ദര്യത്തെ നമുക്ക് ആസ്വദിക്കാം. നന്ദി. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.